ദാ എൻ്റെ അടുത്ത് നിൽക്കുന്ന ആ മഹാനുഭാവനില്ലേ, ഈ മനുഷ്യനെ കുറിച്ചാണ് എനിക്കിന്ന് നിങ്ങളോട് പറയാനുള്ളത്. എന്താണെന്ന് വെച്ചാൽ, ഈ മനുഷ്യൻ വളരെ സത്യസന്ധനും സൽസ്വഭാവിയും ഒക്കെയാണ്. പക്ഷേ അതേസമയം ചതിയനുമാണ്. ചതിയെന്ന് പറഞ്ഞ മഹാചതിയനാണ്. സംഭവം എന്താന്ന് വെച്ചാൽ, കഴിഞ്ഞ വർഷം അതായത് 2025 ഒരു ഈവനിങ്, വിന്ററിലെ ഒരു ഈവനിങ്, അത് നല്ല തണുപ്പുള്ളൊരു ദിവസം. അപ്പോൾ ഒന്ന് തണുപ്പുള്ളപ്പോൾ നമുക്കിങ്ങനെ പുറത്ത് പോയിട്ട് ചൂട് ചായയൊക്കെ കുടിച്ച് എന്തെങ്കിലും ചായക്കടികളൊക്കെ കഴിച്ചിരിക്കാൻ നല്ല രസമല്ലേ? അങ്ങനെ എനിക്കൊരു ആഗ്രഹം തോന്നി. ഞാൻ ഈ മനുഷ്യൻ വന്ന ഉടനെ അത് പറയുകയും ചെയ്തു. ഞാൻ പറഞ്ഞതും അപ്പം തന്നെ ആൾ അക്സെപ്റ്റ് ചെയ്തു. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയി. ഞാൻ വേഗം ഡ്രസ്സ് ചെയ്തു. വന്നപ്പോഴത്തേക്കിനും എന്നെയും കൂട്ടി പുറത്ത് വന്നു. ഞാൻ ഡ്രസ്സ് മാറാൻ പോയ തക്കത്തിന് ആൾ എന്താ ചെയ്തതെന്നറിയാമോ? വേഗം ചായ ഉണ്ടാക്കി അവിടെ ഇരുന്ന് 2-3 ഉണക്ക ബിസ്ക്കറ്റും എടുത്ത് വെളിയിൽ വന്നിട്ട് നിൽക്കുക. എന്നിട്ട് എന്നെ പിടിച്ചുകൊണ്ട് വന്നിട്ട് പറയാ, അതാ പുറത്തുനിന്ന് ചായ കുടിക്കാമെന്ന്. ചതിയല്ലേ ഇത്? ചതി എന്നല്ലാതെ ഇതിന് എന്താ പറയേണ്ടത്? എന്നിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് കുറെ വളിച്ച തമാശകളും ഒക്കെ പറയാണ്. എനിക്കാണെങ്കിൽ ദേഷ്യം വന്നിട്ട് വയ്യ. പക്ഷെ അത് കാണിക്കാൻ പറ്റത്തില്ലല്ലോ. പിന്നെ എൻ്റെ നേരെ ചാടി കയറത്തില്ലേ, എന്നെ ചീത്ത പറയത്തില്ലേ? വെറുതെ എന്തിനാ ഒരു വൈകുന്നേരം കുളമാക്കുന്നതെന്ന് വിചാരിച്ചിട്ട് ഞാൻ മിണ്ടാതെ നിന്ന് പറയുന്നതിനല്ല ഹി 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 എന്നിങ്ങനെ ചിരിച്ചു കൊടുത്തു. എനിക്കുണ്ടായ പോലത്തെ ഇങ്ങനത്തെ ഒരു ദുരനുഭവം ഇനി ആർക്കും ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഇതുപോലെ പുറത്ത് പോകണമെന്ന് ഭർത്താക്കന്മാരുടെ അടുത്ത് പറയുമ്പോൾ അവർ ഉടനെ തന്നെ അക്സെപ്റ്റ് ചെയ്താൽ നിങ്ങൾ ഉടനെ എക്സൈറ്റഡ് ആകരുത്. അവരത് പൂർണ്ണമായിട്ടും ഉൾക്കൊണ്ട് ശരിക്കും നിങ്ങളെ പുറത്ത് കൊണ്ടുപോകുന്നു എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ എക്സൈറ്റഡ് ആകാവുള്ളൂ. ഇതെൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുന്നതാണ്. അപ്പം അത്രയേ ഉള്ളൂ.